ഹായ്, എൻ്റെ പേര് എഡ്വിൻ ജോർജ്. ഞാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റി ജമ്മുവിൽ പഠിക്കുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ യുദ്ധത്തിൻ്റെ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കുണ്ടായിരുന്ന എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു, അതായത് മൊത്തത്തിൽ അവിടെ പ്രശ്നങ്ങളെല്ലാം ഞാനിപ്പോൾ വീട്ടിലേക്ക് പറയാൻ പോണേ. ഇന്ത്യ എന്തായാലും തിരിച്ചടിക്കും. പഹൽഗാമിൽ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നപ്പോൾ ഇന്ത്യ എന്തായാലും തിരിച്ചടിക്കുന്നത് നമുക്ക് ഉറപ്പായിരുന്നു. പക്ഷെ ഇങ്ങനെ അടിച്ച് പാകിസ്ഥാൻ വീണ്ടും നമ്മൾ അങ്ങോട്ട് അടിക്കുന്നുള്ളത് അറിയുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ത്യ അടിച്ചു കഴിഞ്ഞു. ഒരു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ ജമ്മുത്തെ പോലീസും എല്ലാവരും നമുക്ക് ഒരു വാർണിംഗ് മെസ്സേജ് തന്നിട്ടുണ്ടായിരുന്നു. മോക്ക് ഡ്രില്ലൊക്കെ നടത്താനായിട്ട് സെറ്റ് ആയി നിന്നപ്പോഴത്തേക്കും ഇഷ്യൂ അവിടെ കുറെ ആളുകൾ കൂടാൻ പറ്റാത്തതിന് കാരണം കൊണ്ട് നടത്തിയില്ല. പിന്നെ ഒരു ദിവസം പോലീസുകാരെല്ലാവരും കൂടെ ഓളോസറം വന്നിട്ട് പറഞ്ഞു, നിങ്ങളെല്ലാവരും വീട്ടിൽ കയറിയിരിക്കണം, പാകിസ്ഥാൻ്റെ അവിടെ നിന്ന് അറ്റാക്ക് എപ്പോഴും ഉണ്ടാവും, പ്രതീക്ഷിക്കാം, പ്രശ്നമാണ്. പിന്നെ ഞാൻ നിൽക്കുന്നത് നന്ദപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ നിന്ന് 15 കിലോമീറ്റർ കഴിഞ്ഞാൽ പാകിസ്ഥാനാണ്. അപ്പോൾ അങ്ങനത്തെ ഓരോ പ്രശ്നം കൊണ്ട് നിങ്ങളുടെ ആരും നിൽക്കരുതെന്നൊക്കെയാണ് അവിടുത്തെ പറഞ്ഞത്. നമ്മളപ്പോൾ നേരെ റൂമിലേക്ക് കയറിയിരുന്നു, സേഫ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അന്നത്തെ ദിവസം കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ട് ആയിരുന്നു. എല്ലാ ലൈറ്റും ഓഫാക്കി അവരെന്നെ കട്ട് ചെയ്തു കംപ്ലീറ്റ്. പിന്നെ സോളാറിൻ്റെ ഒരു ലൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം വെച്ച് കെട്ടി, തുണി വെച്ച് കെട്ടി മറിച്ച് ഫുൾ ടോട്ടൽ ഡാർക്ക് ആയിരുന്നു. എനിക്ക് ബോർഡറിലേക്ക് വണ്ടിയിൽ പോകുന്ന ഇങ്ങനെ കാണാൻ പറ്റുമായിരുന്നു. പട്ടാളക്കാരുടെ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും നമുക്ക് എന്തായാലും അറിയില്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ രാത്രി നമ്മളെ ടെറസിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു ഈ ഡ്രോണുകളെ വരെ മിസൈൽ പോയിട്ട് വെടിവെച്ചിരുന്ന ഫസ്റ്റ് കാണുന്നത്. അതും കൂടെ എല്ലാവരും ഇങ്ങനെ കുറേ നമ്മുടെ ഫ്രണ്ടിലും പുറകിലായിട്ടും ഇങ്ങനെ പോയി വെടിവെച്ച് വരുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോഴത്തേക്കും ആൾക്കാരെല്ലാം പാനിക് ആവാൻ തുടങ്ങി. പിന്നെ ആ ബസ് ബുക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ അതിൽ ഇവിടെ നിന്ന് എങ്ങനെയും വിട്ട് വേറെ എവിടേക്കും പോകാന്നുള്ളൊരു മൈൻഡ് എല്ലാവർക്കും വരാൻ തുടങ്ങി. പിന്നെ ഞാൻ ബോർഡറിലായതുകൊണ്ട് ആ ഒരു ഏരിയയിലായതുകൊണ്ട് മറ്റേ ബോർഡറിലായിട്ട് നടക്കുന്ന ഒച്ച ഭയങ്കരമായിട്ടായിരുന്നു. ഗ്രൗണ്ട് യൂണിറ്റ്സിന്റെ ഒച്ച ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും പിറ്റേ ദിവസം രാവിലെ നമ്മൾ കാത്തുനിന്ന് ബസ്സൊക്കെ ബുക്ക് ചെയ്തു, ട്രൈ ചെയ്ത് നോക്കിയ പക്ഷേ കിട്ടില്ല. അവസാനം ഒരു സ്പെഷ്യൽ ട്രെയിൻ അവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് കിട്ടി. ആ സ്പെഷ്യൽ ട്രെയിൻ നമ്മൾ നേരെ ഡൽഹിക്ക് വരെ ചെയ്തത്. ഡൽഹി വരുന്ന അതായത് ഒരു ഉച്ചയ്ക്ക് നമ്മൾ ട്രാവൽ ചെയ്ത് രാത്രി ആയപ്പോഴത്തേക്കും ഡൽഹി എത്തി. ഡൽഹിയിൽ നമ്മൾ സ്റ്റക്കായി പോകുമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ അപ്പോഴത്തേക്കും ഈ നമ്മുടെ SFI ഇടപെടുണ്ടായിരുന്നു. അങ്ങനെ SFI ഇടപെട്ട് നമുക്ക് സുർജിത് ഭവനിൽ കംപ്ലീറ്റ് സ്റ്റേയും കാര്യങ്ങളൊക്കെ അവർ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ ചെല്ലുമ്പോൾ ഫസ്റ്റ് കാണുന്നത് നമുക്ക് MAV നമ്മളിങ്ങനെ സ്വാഗതം ചെയ്യാൻ വേണ്ടി അവിടെ നിൽക്കുന്നതായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും സ്വാഗതം ചെയ്ത് നമുക്ക് നല്ല ഭക്ഷണമൊക്കെ തന്നു. നല്ല AC റൂമായിരുന്നു. അവരുടെ ഭാഗത്തു നിന്നെല്ലാം അടിപൊളി കാര്യങ്ങളായിരുന്നു. അപ്പോൾ 2 ദിവസത്തേക്ക് നമ്മൾ അവിടെ സ്റ്റേ ഒക്കെ ചെയ്ത് ഓക്കെ ആണെന്നുള്ള ഉറപ്പ് വരുത്തി, ഒരു പ്രശ്നമില്ലെന്ന് ഉറപ്പ് വരുത്തി. അപ്പോൾ നമ്മളിങ്ങനെ ചോദിച്ചു, അതായത് നിങ്ങൾ നാട്ടിലേക്കാണോ പോകുന്നത്, തിരിച്ചു പോകാനായിട്ട് അന്ന് സീസ്ഫയർ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു നാട്ടിൽ പോകുന്നതായിരിക്കും നല്ലത്, വേറെ ഓപ്ഷൻ ഇല്ല. കാരണം യൂണിവേഴ്സിറ്റി കംപ്ലീറ്റ് ക്ലോസ് ചെയ്തു. യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നമുക്കൊരു ഇതുണ്ടായിരുന്നില്ല. അവർ പ്രത്യേകിച്ച് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ നിന്ന് പോയിക്കോന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിനുള്ള ട്രാൻസ്പോർട്ടേഷനോ അങ്ങനെ ഒന്നും അവർ ആക്കി തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഡൽഹി നമ്മൾ സ്റ്റക്കാവെന്ന് വിചാരിച്ചു. പക്ഷേ ഇവർ ഇടപെട്ടു. അവർ തന്നെ മുൻകൈ എടുത്ത് നമുക്ക് എല്ലാവർക്കും ട്രെയിൻ ടിക്കറ്റ് കംപ്ലീറ്റ് ബുക്ക് ചെയ്തിരുന്നു. ബുക്ക് ചെയ്തുകൊണ്ട് നമ്മൾ നേരെ അവിടെ നിന്ന് കറക്റ്റ് ഓൺ ടൈമിന് നമ്മൾ ഇവിടെ എത്താനുണ്ട്. നമുക്കൊരു സ്പെഷ്യൽ താങ്ക്സ് പറയാനുള്ളത് മറ്റേ SFI ഡൽഹി യൂണിറ്റിനോട്, പ്ലസ് നമ്മുടെ കേരള സർക്കാരും നമ്മളോട്. കാരണം നമ്മളവിടെ ഡൽഹി എത്തി സ്റ്റക്കാവെന്ന് വിചാരിച്ച സ്ഥലത്ത് നിന്ന് അവർ നമുക്ക് ഫുഡ് തന്നു, ഷെൽട്ടർ തന്നു. നമ്മൾ മാത്രമല്ല, ജമ്മു എന്നുള്ളവർ മാത്രമായിരുന്നില്ല, പഞ്ചാബ് എന്നുള്ള വിദ്യാർത്ഥികളും കുറേ പേര് അവിടെ ഉണ്ടായിരുന്നു. ഫുൾ ടോട്ടൽ ഒരു 120ഓളം 130ഓളം വിദ്യാർത്ഥികൾ അവിടെ സ്റ്റക്കായി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഷെൽട്ടറും ഫുഡൊക്കെ ചെയ്ത് തന്നിട്ട് നമുക്ക് അത് പേടിക്കേണ്ട, നിങ്ങളുടെ സേഫാണ്, കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് എത്ര ദിവസം വെച്ച് ഇവിടെ നിൽക്കാം, അങ്ങനത്തെ ഒരു കുഴപ്പമൊന്നുമില്ല എന്നിട്ട് അവർ തന്നെ സെറ്റാക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ തന്നെ മുൻകൈ എടുത്ത് ടിക്കറ്റ് എടുത്ത് തന്നു. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നൊരു വലിയൊരു ഹെൽപ്പായിരുന്നു നമുക്ക് കിട്ടിയത്.